ലിസണിങ് സ്റ്റാർട്ട് വിത്ത് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞ പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും മുമ്പ് അല്ലേ? സിമ്പതി കേട്ടിട്ടുണ്ടാവും, എമ്പതി കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്തിനാണ് എമ്പതി പറയുന്നതിന് മുമ്പ് സിമ്പതി എന്താണെന്ന് മനസ്സിലാക്കിയാലേ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ സിമ്പതി? ഇത് നമ്മൾ മരിച്ച വീട്ടിലൊക്കെ പോയി നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറിയ പ്രായമായിരുന്നു, കഷ്ടമായിപ്പോയി, ആ മക്കളെ കാര്യമൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഇത്ര മിനിറ്റ് നേരം നീണ്ടു നിൽക്കും ഇത്? ഒരു 15 മിനിറ്റ്, അല്ലെങ്കിൽ ആ മറവ് ചെയ്യുന്ന സമയം വരെ നീണ്ടു നിൽക്കുള്ളൂ. ഇത് എപ്പോഴും നമ്മൾ പുറത്ത് നിന്നിട്ട് അവരെ പറ്റി ചിന്തിക്കുന്നത്, ഔട്ട് നിന്ന് ചിന്തിക്കുകയാണ്. ഇനി ചില വീടുകളിൽ പോയാലേ, മരിച്ച വീടുകളിൽ പോയാൽ നമ്മളറിയാതെ കരഞ്ഞു പോവും ഇല്ല? ഒരാൾ മരിച്ചു കിടക്കുക, അവിടെ പോകുമ്പോൾ അറിയാതെ കരഞ്ഞു പോവും. ഈ കരയുമ്പോൾ ശരിക്കും സിനിമ കാണുമ്പോൾ നമ്മൾ കരയല്ലേ? എപ്പോഴാണ് കരയുന്നത്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആ ക്യാരക്ടറാണെന്ന് നമ്മളങ്ങ് ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾക്ക് കരച്ചിൽ വരുന്നത്. മരിച്ച വീട്ടിൽ പോയിട്ട് ആ ഒരു കുട്ടിയുടെ ഉപ്പയാണ് മരിച്ചതെങ്കിൽ നമ്മളവിടെ പോയിട്ട് കാണുന്നത് വെച്ചാൽ ഞാനാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് കരച്ചിൽ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവിടെ നിന്ന് കരയുന്ന ഒരു കുട്ടിനെ കാണുമ്പോൾ എൻ്റെ മോനാണ് ആ കരയുന്നത് എന്നുള്ള ഫീലിംഗ് എനിക്ക് വരുന്ന സമയത്താണ് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കരച്ചിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആരെ അടുത്തുള്ളത് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ മൈൻഡ് പോകുന്നത്. ഇതാണ് എമ്പതി. ഇപ്പം അറിയാം, ഇപ്പോൾ ഇന്ത്യൻ ടീം അല്ലേ? ഇന്ത്യൻ ടീം പോലും അല്ല, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എന്നാലും ചില കളികൾ തോൽക്കുന്ന സമയത്ത് നമുക്ക് സങ്കടം വരാറുണ്ട്. ഇപ്പോൾ ഫുട്ബോളിൽ ബ്രസീലും അർജൻറ്റീനയായിട്ട് നമുക്കൊരു ബന്ധം പോലുമില്ല, മാതൃരാജ്യമല്ല, ഒന്നുമല്ല. എങ്കിലും ഏതെങ്കിലും ഒരു രാജ്യം തോൽക്കുന്ന സമയത്ത് കരച്ചിൽ വരുന്ന ആളുകളുണ്ട് അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് വരുന്ന? എമ്പതി കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത്, ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എമ്പതിക്കലി ആ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായാൽ മതി. അതെങ്ങനെ കേൾക്കാൻ പറ്റുക? ഒരാളൊരു കാര്യം പറയുമ്പോൾ അവർ പറയുന്നത് ആ പറയുന്ന പോയിന്റ് ഞാനാണ് പറയുന്നത് എന്ന് കരുതി കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലൊരു ലിസണറായിട്ട് മാറും. ഇതാണ് ഒന്നാമത്തെ സീക്രട്ട്. ലിസണിങ് സ്റ്റാർട്ട് വിത്ത് എമ്പതി.